നിങ്ങൾ സംഭവം അറിഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇനി 4 മാസം ആയുസ് കൂടി ഉള്ളത്. 2 ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ചില വിദേശ മാധ്യമങ്ങളൊക്കെ പറയുന്ന ഒരു വാർത്തയും ഇതിൽ എത്ര സത്യം ഉണ്ടെന്ന് ചോദിച്ചാൽ അമേരിക്കയിലെ പ്രമുഖ മാധ്യമങ്ങളോ വൈറ്റ് ഹൗസോ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. ഇത് തികച്ചും കുറച്ച് വ്യക്തികളുടെ വ്യക്തിപരമായിട്ടുള്ള പരാമർശം മാത്രമാണ്. അവരിങ്ങനെ ഒരു പരാമർശം നടത്താൻ ഒരു കാരണമുണ്ട്. ട്രംപിന്റെ ശരീരത്തിൽ ചർമ്മത്ത് കാണുന്ന ചുവന്ന അടയാളം, അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നത്രേ. അത് മാത്രമല്ല, ചില പൊതു പരിപാടികളിലും പൊതു ചർച്ചകളിലൊക്കെ അദ്ദേഹത്തിന്റെ കാട്ടിക്കൂട്ടൽ, അതായത് അദ്ദേഹത്തിന്റെ പെരുമാറ്റം ഒരു വിചിത്രമായിട്ടുള്ള പെരുമാറ്റ രീതിയാണ് അത്ര. ഇതൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തിന് ഒരു മാരക രോഗം ഉണ്ടെന്ന് പറഞ്ഞാണ് ഇവരിത് പറഞ്ഞത് 4 മാസത്തെ ആയുസുള്ളൂ. അവർ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതിൽ അതിശയപ്പെടാനൊന്നുമില്ല. കാരണം എസ്റ്റിൻ ഫയലുകൾ പുറത്തു വന്നതിന് ശേഷം ട്രംപിനെതിരെ അമേരിക്കയിൽ വ്യാപക പ്രതിഷേധം നടക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ, ഈ ഫയലുകൾ പുറത്തു വിടാൻ വൈകിയതുണ്ട്. രണ്ടാമത്തെ, ആ ഫയലിൽ കുറെ കാര്യങ്ങൾ ഹൈഡ് ആക്കി വെച്ചിട്ടുണ്ട്. ഈ 2 കാര്യങ്ങൾ കൊണ്ട് അമേരിക്കയിൽ വമ്പ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ടെൻഷൻ കൂടും. കാരണം ഈ എസ്റ്റിൻ ഫയൽ എന്ന് പറഞ്ഞത് ഈ ചില്ലറ കേസൊന്നല്ലോ, ലോകം വ്യാപകമായിട്ട് പ്രതിഷേധം നടക്കുന്ന ഒരു കേസാണ്. അപ്പൊ സർവ്വസാധാരണ നമ്മക്കൊക്കെ ടെൻഷൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ആകെ വിളറി വെളുക്കും. അമേരിക്കയിൽ കൂടുതൽ ആൾക്കാർ വെളുത്ത വർഗ്ഗക്കാരായതുകൊണ്ട് ട്രംപ് പ്രത്യേകിച്ച് ഒരു വെളുത്ത വർഗ്ഗക്കാരായതുകൊണ്ട് ഇനി വെളുക്കാനില്ല. അതുകൊണ്ട് അവർ ചുവക്കലാണ് ചെയ്യുന്നത്. ടെൻഷൻ കയറും. അങ്ങനെ ശരീരം ചുവന്താണ്. രണ്ടാമത്തെ, ഈ വെപ്രാളം മറവൊക്കെ ഇതിന്റെ ഭാഗം തന്നെ. ഈ പെരുമാറ്റ രീതി മറവൊക്കെ നമ്മുടെ നാട്ടിലെ വെപ്രാളം എന്ന് പറയും. സത്യത്തിൽ അതാണ്. കാരണം തലയിൽ മുഴുവൻ ഇതാണല്ലോ, ഈ എസ്റ്റിൻ പോയാലും എന്താവും, ഇതിന്റെ അധികാരം തെളിക്കോ, ഞാൻ പുറത്തു പോകേണ്ടി വരുമോ എന്നുള്ള ടെൻഷനൊക്കെ. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ ഒരു പരാമർശം നടത്താൻ കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാം. പിന്നെ ഈ 4 മാസത്തെ ആയുസിന്റെ കാര്യം പറഞ്ഞു, അതും പറയാൻ പറ്റില്ല. പ്രായമുള്ള ആളാണ്. ഈ ടെൻഷൻ ഇങ്ങനെ ഓവർ കയറി കഴിഞ്ഞാൽ അറ്റാക്കായി പോകുന്നുള്ളതും പറയാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ചില വ്യക്തികൾ അവരുടെ അഭിപ്രായം പറഞ്ഞെന്ന് മാത്രമാണ്. അതുകൊണ്ട് ട്രംപിനെ സ്നേഹിക്കുന്നവരോ അല്ലെങ്കിൽ ട്രംപ് ആരാധകരോ ഇനിയും കേരളത്തിൽ ബാക്കിയുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ദീർഘായുസിനും ആരോഗ്യത്തിനും വേണ്ടി ദ്വാരക്കാൻ പറയുന്നുണ്ട്. അപ്പൊ ശരി.